നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. തങ്കമണി സംഭവവും തങ്കമണി എന്ന സിനിമയും. ഇടുക്കി ജില്ലയിലെ തങ്കമണി എന്നൊരു ഗ്രാമത്തിൽ നടന്ന യഥാർത്ഥ സംഭവത്തിന്റെ ദൃശ്യാവിഷ്കാരമാണ് ദിലീപിന്റെ തങ്കമണി എന്ന സിനിമ. രതീഷ് രഘുനന്ദനാണ് രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. മുൻ മന്ത്രി വരദരാജൻ കൊല്ലപ്പെടുന്നതോടെയാണ് സിനിമയുടെ തുടക്കം. തുടർന്ന് ഒരേ മാതൃകയിലുള്ള 3 പേരുടെ കൊലപാതകങ്ങൾ. അതോടെ പോലീസ് അലർട്ടാവുന്നു. ഈ കൊലപാതകങ്ങൾ നടത്തുന്നത് നായക കഥാപാത്രമാണ്. അക്കാര്യം തുടക്കം മുതൽ മറച്ചു പിടിക്കുന്നില്ല. ഏതാണ്ട് 60 വയസ്സ് പ്രായമായ ആബേൽ ജോഷുവ മാത്തൻ എന്നയാളാണ് കൊലയാളി. ഇടുക്കി ജില്ലയിലെ തങ്കമണിയിൽ 86 ഒക്ടോബർ മാസം നടന്ന പോലീസുകാരുടെ നരനായാട്ടിൽ ജീവിതം തകർന്ന കുറേ മനുഷ്യ ജീവനുകളുണ്ട്. അക്കൂട്ടത്തിൽ ഒരാളാണ് ആബേൽ. പോലീസുകാരുടെ നരനായാട്ട് മൂലം ആബേലിൻ്റെ കുടുംബം അനാഥമാകുന്നു. അയാൾ അറസ്റ്റിലാകുന്നു. ആബേലിൻ്റെ ജീവിതത്തിലൂടെയാണ് തങ്കമണി എന്ന സിനിമയുടെ പ്രയാണം. യഥാർത്ഥ സംഭവങ്ങളെ ഫിക്ഷന്റെ സാധ്യതകളിലൂടെ സിനിമാറ്റിക്കായാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. വയലൻസ് ചിത്രമാണ് തങ്കമണി എന്ന സിനിമ. കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് തങ്കമണി സംഭവം നടന്നത്. ദിലീപിൻ്റെ അഭിനയ ജീവിതത്തിൽ മികച്ച കഥാപാത്രമാണിത്. അദ്ദേഹം മുഴുവൻ വൈകാരികതയും ഉൾക്കൊണ്ടുകൊണ്ട് നല്ല അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. മിസ്കാസ്റ്റിംഗ് ആയി തോന്നിയത് മനോജ് കെ ജയനാണ്. മനോജ് പിള്ളയുടെ ഫോട്ടോഗ്രാഫിയും മനുജഗത്തിൻ്റെ കലാസംവിധാനവും മികവാർന്നതാണ്. ഗൗരവമായ കഥയിൽ നിന്നും അനാവശ്യമായ സബ് പ്ലോട്ടുകളിലേക്ക് സംവിധായകൻ പോയിട്ടില്ല എന്നത് നേരാണ്. പക്ഷേ തങ്കമണി എന്ന ഗ്രാമത്തിലെ ജനങ്ങൾ തമ്മിലുള്ള ഹൃദയബന്ധവും അടുപ്പവും സൃഷ്ടിക്കുവാൻ സംവിധായകന് കഴിഞ്ഞിട്ടില്ല. പോലീസിന്റെ തേർവാഴ്ചയിൽ തങ്കമണിയിലെ പെൺകുട്ടികൾക്ക് മാനഭംഗം സംഭവിച്ചുവെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം അക്കാലത്ത്, അതുമൂലം കുറെ കാലം തങ്കമണിയിലെ പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ സാധിച്ചിട്ടില്ല. ഇക്കാര്യം സിനിമയിൽ ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. തങ്കമണി എന്ന സിനിമ കോടതി വ്യവഹാരങ്ങളിലേക്കും വലിച്ചിഴക്കപ്പെട്ടു. റിലീസ് വിലക്കണമെന്ന് കേസ് ഹൈക്കോടതിയിൽ ഇടുക്കി സ്വദേശിയാണ് നൽകിയത്. തുടർന്ന് ഹൈക്കോടതി രഹസ്യവാദം കേട്ടു. അടച്ചിട്ട മുറിയിലായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വാദം കേട്ടത്. സിനിമയ്ക്ക് സെൻസർ ബോർഡിന്റെ അനുമതി ലഭിച്ചതിനാൽ തുറന്ന കോടതിയിൽ വാദം കേൾക്കുന്നത് സിനിമയുടെ സൃഷ്ടാക്കളുടെ താല്പര്യങ്ങൾക്ക് എതിരാകും എന്നതുകൊണ്ടാണ് അടച്ചിട്ട മുറിയിൽ വാദം കേട്ടത്. തങ്കമണി എന്ന ചെറിയൊരു ഗ്രാമത്തിൽ രാത്രിയുടെ മറവിൽ നടന്ന പോലീസുകാരുടെ നരനായാട്ട് മൂലം നേട്ടമുണ്ടായത് ഇടതുമുന്നണിക്കായിരുന്നു. തങ്കമണി സംഭവത്തിന് ശേഷം 1 വർഷം കഴിഞ്ഞ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ UDF-നെതിരെ അതിശക്തമായ ആരോപണമായിരുന്നു തങ്കമണി സംഭവം. അതോടെ ആ തെരഞ്ഞെടുപ്പിൽ കെ കരുണാകരന്റെ നേതൃത്വത്തിലുള്ള UDF പാനൽ തോൽക്കുകയും LDF അധികാരത്തിലെത്തുകയും ചെയ്തു. 1986 ഒക്ടോബർ 21-നായിരുന്നു തങ്കമണി സംഭവം നടന്നത്. കട്ടപ്പന തങ്കമണി റൂട്ടിൽ ഓടുന്ന എലൈറ്റ് എന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാരും വിദ്യാർത്ഥികളും തമ്മിലുണ്ടായ ഒരു തർക്കമാണ് തങ്കമണി സംഭവത്തിന് തുടക്കം കുറിച്ചത്. അക്കാലത്ത് തങ്കമണിയിലേക്കുള്ള റോഡ് ഗതാഗത യോഗ്യമായിരുന്നില്ല. അതുവഴിയുള്ള യാത്ര ദുഷ്കരമായിരുന്നു. അതിനാൽ കട്ടപ്പനയിൽ നിന്നും തങ്കമണിയിലേക്ക് സർവീസ് നടത്തുന്ന എല്ലാ ബസ്സുകളും ഇടയ്ക്ക് വെച്ച് ആളുകളെ ഇറക്കി വിടുക മാത്രമല്ല, തങ്കമണിയിലേക്കുള്ള ടിക്കറ്റ് തുക ഈടാക്കുകയും ചെയ്തിരുന്നു. മുഴുവൻ തുക വാങ്ങിയ ശേഷം ബസ് തങ്കമണിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ആളുകളെ ഇറക്കി വിടുന്നതിൽ ജനങ്ങളിൽ പ്രതിഷേധം അലയടിച്ചു. ഒരു ദിവസം ബസ് യാത്രികരായ കോളേജ് വിദ്യാർത്ഥികൾ ബസ് തങ്കമണി വരെ പോകണമെന്ന് ആവശ്യപ്പെട്ടു. പറ്റില്ലെന്ന് ബസ് ജീവനക്കാരും. തുടർന്ന് സംഘർഷമായി. കോളേജ് വിദ്യാർത്ഥികൾ ബസ് പിടിച്ചെടുത്ത് തങ്കമണിയിലേക്ക് കൊണ്ടുപോയി. ബസ് ഉടമ എലൈറ്റ് ദേവസ്യ പോലീസുകാരുമായി തങ്കമണിയിലെത്തി. പോലീസുകാർ ബസ് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ ജനങ്ങൾ സംഘടിക്കുകയും തടയുകയും ചെയ്തു. തുടർന്ന് സംഘർഷമായി. പോലീസ് ലാത്തി വീശിയപ്പോൾ ജനങ്ങൾ കല്ലെറിഞ്ഞു. അതോടെ പോലീസ് വെടിവെപ്പ് നടത്തി. വെടിവെപ്പിൽ കോഴിമല അവറാച്ചൻ മരിക്കുകയും ഉടമ്പയ്ക്കൽ മാത്യുവിൻ്റെ കാലുകൾ വെടിയേറ്റ് തകരുകയും ചെയ്തു. അന്ന് രാത്രി പോലീസ് തങ്കമണി ഗ്രാമത്തിലെത്തി. 42 വണ്ടി പോലീസാണ് തങ്കമണിയിൽ ഇരച്ചു വന്നത്. തങ്കമണിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു കാളരാത്രിയായിരുന്നു. രാത്രിയുടെ മറവിൽ പോലീസുകാർ സ്ത്രീകൾക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടു. പല സ്ത്രീകളും മാനഭംഗം ചെയ്യപ്പെട്ടു. അക്കാലത്ത് ഇന്ത്യൻ എക്സ്പ്രസിൽ ലീന മേനോൻ എന്ന പത്രലേഖിക എഴുതിയ ഫീച്ചറിൽ ഒരിടത്ത് പറയുന്നത് ഇങ്ങനെയാണ്: ഒരു പെൺകുട്ടി തന്നെ ബലാത്സംഗം ചെയ്യാൻ വന്ന പോലീസുകാരൻ്റെ കൈക്ക് വെട്ടി. തങ്കമണിയിലെ ജനങ്ങൾ മിക്കവാറും നിരക്ഷരരായതിനാൽ പരാതി ആരോടാണ് പറയേണ്ടതെന്നോ മെഡിക്കൽ പരിശോധന ആവശ്യമാണെന്നോ അറിയാത്തവരായിരുന്നു. സുഗതകുമാരി ടീച്ചർ സംഭവ സ്ഥലം സന്ദർശിച്ചപ്പോൾ സ്ത്രീകൾ തങ്ങൾക്ക് കിട്ടിയ അടിയുടെ പാടുകൾ കാണിച്ചു കൊടുത്തു. എന്തിനാണ് പോലീസ് തങ്ങളെ ഉപദ്രവിച്ചതെന്ന് അവർക്കറിയില്ലായിരുന്നു.
തങ്കമണിയിൽ സ്ത്രീകൾക്ക് നേരെ നടന്ന പോലീസ് അതിക്രമങ്ങൾക്കെതിരെയാണ് കേരളത്തിൽ ആദ്യമായി സംസ്ഥാന തലത്തിൽ സ്ത്രീ വിമോചന സംഘടനകൾ ഒരുമിച്ച് ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ വനിതാ സംഘടനകൾ മാത്രമല്ല, മനുഷ്യ അടക്കമുള്ള സ്ത്രീ വിമോചന സംഘടനകളും സർക്കാരിനെതിരെ പ്രതികരിച്ചു. നഷ്ടപരിഹാരമായി കെ കരുണാകരൻ സർക്കാർ പ്രഖ്യാപിച്ച 5000 രൂപയും വലിയ പ്രതിഷേധത്തിന് കാരണമായി. തങ്കമണിയിലെ സ്ത്രീകളുടെ മാനത്തിന് 5000 രൂപ വിലയിട്ടെന്ന് ആക്ഷേപിച്ച് പ്രചാരണമുണ്ടായി. തുടർന്ന് സ്ത്രീ സംഘടനകൾ കരുണാകരൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടു. കുറച്ചുകാലം തങ്കമണിയിലെ പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ ആരും തയ്യാറായില്ല എന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. കെ നയനാർ അധികാരത്തിലെത്തിയ ശേഷം 87 ഡിസംബർ 11 തങ്കമണിയിലെ അതിക്രമങ്ങളെപ്പറ്റി അന്വേഷിക്കുവാൻ നിയോഗിക്കപ്പെട്ട ശ്രീദേവി കമ്മീഷന്റെ റിപ്പോർട്ടിനെ തുടർന്ന് SP പുലികേശി അടക്കം 9 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. പിന്നീട് പ്രമോഷനോടുകൂടി തിരിച്ചെടുക്കുകയും ചെയ്തു. അതിനപ്പുറം കാര്യമായ നടപടികളൊന്നും LDF സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഇക്കാര്യം തങ്കമണി എന്ന സിനിമ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതാണ് തങ്കമണി സംഭവവും സിനിമയും. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.